ഒരു നേതാവ് ഇബ്രാഹിം റൈസി തന്നെയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇറാനിയൻ ജനത അവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന വിഷ്വൽസൊക്കെ ഇപ്പോൾ ട്വിറ്ററിലൂടെ പുറത്തു വരുന്നുണ്ട്. അവർ ആഘോഷിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ രാവിലെ ഉറക്കമുണ്ടെന്നത് വലിയൊരു ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ്. മറ്റൊന്നുമല്ല, ഇറാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഒരു അപകടത്തിൽപ്പെടുകയും അതേ തുടർന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച മറ്റ് 8 പേര്, അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ടും അവിടുത്തെ തന്നെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഹൊസൈൻ അമിത് അബ്ദുള്ള ഉണ്ടായിരുന്നു, ഒരു ഗവർണർ ഉണ്ടായിരുന്നു, മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നു. മുഴുവനായിട്ട് നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 9 പേര്, അതായത് ഈ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അടക്കം 9 പേര് ആ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഷോക്കായിരുന്നു. കാരണം ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇബ്രാഹിം റൈസി പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് ഇറാനും കൂടെ കടന്നു കയറുകയാണ്. ഇറാൻ ഇസ്രായേലിനെ ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തി ആക്രമിക്കുകയാണ്. അതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആ ഒരു വാർത്ത സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇബ്രാഹിം റൈസി അവിടുത്തെ ആർമിയെ അഭിനന്ദിച്ചു. ഇതോടെ ഞങ്ങളുടെ യുദ്ധം അവസാനിച്ചു എന്നും പ്രഖ്യാപിച്ചു. ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഹെലികോപ്റ്റർ അപകടം സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ചോദ്യം എന്തായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശങ്കയും സംശയവും പ്രകടിപ്പിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ആയിരിക്കുമോ ഈ ഒരു അപകടത്തിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടായിരിക്കുമോ, അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമോ ഈ ഒരു സംഭവം അരങ്ങേറി തുടങ്ങി ഒരുപാട് സംശയങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു പങ്കുമില്ല, അത് കേവലം ഒരു ഹെലികോപ്റ്റർ അപകടം മാത്രമല്ല ഇറാൻ ഏജൻസികളും കൃത്യമായിട്ട് അത് തന്നെയാണ് പറയുന്നത്. മൂടൽ മഞ്ഞിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു സാധാരണ സ്വാഭാവികമായിട്ടുള്ള ഒരു അപകടം മാത്രമാണ് ഇതെന്നാണ് മാധ്യമ വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ അപകടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അത് പല മാധ്യമങ്ങളും പറഞ്ഞു കേൾക്കുന്നില്ല. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇബ്രാഹിം റൈസിയെ പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു. ആരാണ് ഇബ്രാഹിം റൈസിയും? അതോടൊപ്പം അദ്ദേഹം ഒരുപാട് വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങളെ പറ്റി കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് സംസാരിച്ചു പോകാം. ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത, ഇന്ത്യൻ സമയം രാത്രിയോട് കൂടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരാൻ തുടങ്ങിയത്. വാർത്തകൾ വന്നത് ഇപ്രകാരമായിരുന്നു. അതായത് ഇബ്രാഹിം റൈസി പ്രസിഡന്റും മറ്റ് മന്ത്രിമാരും മറ്റ് ഗവർണർമാരൊക്കെ സഞ്ചരിച്ചിട്ടുള്ള മൂടൽമഞ്ഞിനെ തുടർന്ന് ഇടിച്ചിറക്കി, അതായത് കൺട്രോൾ തെറ്റി അടിയന്തരമായിട്ട് ഇടിച്ചിറക്കി ചെറിയൊരു ക്രാഷ് ലാൻഡാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ഒരു അപകടത്തിൻ്റെ എത്രത്തോളം വലിയ ആഘാതം ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ആർക്കെങ്കിലും എത്രത്തോളം അപകടമുണ്ടെന്നോ പരിക്കേറ്റിട്ടുണ്ടോ തുടങ്ങിയ ഒരു വാർത്തകളും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതലാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അതായത് ഇത് സംഭവിച്ചിട്ടുള്ളത് എവിടെയാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ നിന്നും 600 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി ജോൽഫ എന്നൊരു നഗരം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ നഗരത്തിന്റെ പരിധിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ജോൽഫയുടെ പരിധിയിൽ വരുന്ന ഒരു കാടാണ് അറാസ്ബറാൻ ഫോറസ്റ്റ് അഥവാ അറാസ്ബറാൻ കാട് എന്നുള്ളത്. ഈ അറാസ്ബറാൻ കാടിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. എവിടെ പോയിട്ട് വരുവായിരുന്നു, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇവർ സഞ്ചരിക്കുമായിരുന്നു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അസർബൈജാൻ, ഇവരുടെ അയൽരാജ്യമായിട്ടുള്ള തൊട്ടടുത്ത നൈബറിംഗ് കൺട്രിയാണ് അസർബൈജാൻ എന്നുള്ളതല്ലേ. അപ്പോൾ അസർബൈജാൻ്റെ ബോർഡറിൽ ഒരു പുതിയൊരു ഡാം, ഒരു അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു പ്രസിഡന്റും നമ്മുടെ വിദേശകാര്യമന്ത്രിയും മറ്റ് ഗവർണറൊക്കെ അങ്ങോട്ട് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ അസർബൈജാന്റെ പ്രസിഡന്റ് അടക്കം അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ഒരു ഹെലികോപ്റ്ററിലായിരുന്നു. അങ്ങനെ ഉദ്ഘാടനമൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് ഇവർ തിരികെ സ്വന്തം രാജ്യത്തേക്ക്, അല്ലെങ്കിൽ ടെഹ്റാനിലേക്ക് തിരികെ പോരുകയായിരുന്നു. തിരികെ പോരുന്നതാകട്ടെ ഈ ഒരു അറാസ്ബറാൻ കാടിൻ്റെ മുകളിൽ കൂടെയാണ് തിരികെ പോരുന്നത്. തിരികെ പോരുന്ന വഴിയാണ് മറ്റൊരു സംഭവം സംഭവിക്കുന്നത്. പെട്ടെന്ന് വലിയൊരു മൂടൽമഞ്ഞ് പ്രത്യക്ഷപ്പെടുകയാണ്. നമുക്കറിയാം മൂടൽമഞ്ഞ് ഹെലികോപ്റ്റർ യാത്രയിൽ എത്രത്തോളം അപകടമാണ് എന്നുള്ളത്. വർഷം 2021 നടന്നിട്ടുള്ള ഒരു അപകടം നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാകത്തില്ല. ഊട്ടിയിൽ സമാനമായിട്ടുള്ളൊരു വനപ്രദേശത്ത് സമാനമായിട്ടുള്ളൊരു മൂടൽമഞ്ഞുള്ള കാലാവസ്ഥയിൽ വെച്ചിട്ട് മറ്റൊരു ഹെലികോപ്റ്റർ അപകടം നടക്കുകയാണ്. ആ ഹെലികോപ്റ്റർ അപകടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന നമുക്ക് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അഥവാ നമ്മളുടെ ആംഡ് ഫോഴ്സസിൻ്റെ തലവനായിട്ടുള്ള ശ്രീ ബിപിൻ റാവത്തിനെയായിരുന്നു. അത് വലിയൊരു ചർച്ചയായിരുന്നു ഇന്ത്യയിലല്ലേ. അപ്പോൾ ഹെലികോപ്റ്റർ യാത്രകളിൽ മൂടൽമഞ്ഞെന്ന് പറയുന്നത് വളരെ വില്ലനായിട്ട് മാറാറുണ്ട്. എന്തായാലും ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്ററും സമാനമായിട്ടുള്ള ഒരു മൂടൽമഞ്ഞിനിടയിൽ പെടുകയാണ്. അങ്ങനെ എങ്ങോട്ട് പെട്ടെന്ന് പോകണം എന്നറിയാതെ ഈ ഒരു ഹെലികോപ്റ്റർ കൺട്രോൾ തെറ്റുകയാണ്. കൺട്രോൾ തെറ്റി എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഊട്ടിയിലെ നമ്മളുടെ ബിപിൻ റാവത്ത് അന്തരിച്ചിട്ടുള്ള ആ ഒരു വിമാനാപകടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു എന്നാണ് പിന്നീട് വന്നിട്ടുള്ള റിപ്പോർട്ട്. അതായത് ഒന്നും കാണാൻ മേല, എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ മറിച്ച് നമ്മൾ ഈ ഒരു ഇറാനിൽ നടന്നിട്ടുള്ള ഒരു സംഭവങ്ങളുടെ
കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇറാൻ എന്നുള്ളത്. ഇറാനിൽ നിലവിൽ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ ബെൽ 212 എന്ന പേരുള്ള 40 വർഷത്തോളം പഴക്കമുള്ള ഒരു ഹെലികോപ്റ്ററാണ്. അതായത് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലുള്ള ഒരു ഹെലികോപ്റ്ററാണ്. അതായത് ജസ്റ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട്. മാത്രമല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പഴക്കം ചെന്ന ഹെലികോപ്റ്ററുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. 1979 അഥവാ ഇറാനിയൻ റവല്യൂഷന് ശേഷം ഹെലികോപ്റ്റർ അപകടത്തിൽ മാത്രം 2000-ന് മുകളിൽ വരുന്ന ഇറാനിയൻ സിറ്റിസൺസിന്, പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളുടെ അവസ്ഥ അത്രത്തോളം പുരാവസ്തുവായിട്ടുള്ള ഹെലികോപ്റ്റർ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അവിടെ വരാറുണ്ട്. മാത്രമല്ല പല ഇൻ്റർനാഷണൽ നിയമങ്ങളും കാരണം ഈ ഹെലികോപ്റ്ററിൻ്റെ സ്പെയർ പാർട്സ് ഇവർക്ക് ലഭിക്കാറില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു കാറാണെങ്കിലോ വണ്ടിയാണെങ്കിലോ എന്ത് വാഹനമാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്പെയർ പാർട്സ് അല്ലേ. അപ്പോൾ സ്പെയർ പാർട്സിൻ്റെ ലഭ്യതക്കുറവ് വളരെയേറെ വലയ്ക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്നുള്ളത്. അത് പല ഇൻ്റർനാഷണൽ ലോസ്, അതായത് ഇൻ്റർനാഷണലി പഴയ ഈ ഹെലികോപ്റ്ററുകളൊന്നും പിന്നീട് അങ്ങോട്ട് അതിൻ്റെ സ്പെയർ പാർട്സിന് സപ്ലൈ ചെയ്യത്തില്ല, അതൊക്കെ നശിപ്പിച്ച് കളയാനുള്ളതാണ്. അങ്ങനെ തന്നെയായിരിക്കണം നിയമം. അല്ലെങ്കിൽ പഴയ വിമാനങ്ങളും പഴയ ഹെലികോപ്റ്ററുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് ഇതുപോലെ അപകടം വരും. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കി, 2000-ലധികം വരുന്ന ഇറാനിയൻ പൗരന്മാർക്ക് ഹെലികോപ്റ്റർ അപകടത്തിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴേക്കും അത്രത്തോളം പുരാവസ്തുവായിട്ടുള്ള ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു തൽഫലമായിട്ടാണ് ഇറാന് സംഭവിക്കുന്ന ഹെലികോപ്റ്റർ ദുരന്തങ്ങൾ. ഇനി നമുക്ക് സംസാരിക്കേണ്ടത് ആരാണ് ഇബ്രാഹിം റൈസി എന്നുള്ളതാണ്. ഇറാൻ പ്രസിഡന്റ്, അവരുടെ അടുത്ത പരമോന്നത നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, തീവ്ര നിലപാടുകളുടെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുള്ള വ്യക്തി. US-ൻ്റെയും ഇസ്രായേലിൻ്റെയും കണ്ണിലെ കരട്, ഏറ്റവും പ്രധാന കണ്ണിലെ കരടാണ് ഇബ്രാഹിം റൈസി എന്നുള്ളത്. ഇബ്രാഹിം റൈസി ആരാണ് എന്നുള്ളതിൻ്റെ ഉത്തരം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളിൽ മാത്രം ഒരിക്കലും ഒതുങ്ങുന്നതല്ല. നിലവിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയുമായിട്ട് അടുത്ത ബന്ധം, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ഹെലികോപ്റ്റർ അപകടം സംഭവിക്കുന്നത്. അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ് റൈസി. വർഷം 2017 പ്രസിഡന്റാകാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അന്നത്തെ പ്രസിഡന്റായിട്ടുള്ള ഹസൻ റുഹാനിയോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. തീവ്ര നിലപാടുകാരനായിട്ടുള്ള റൈസി വർഷം 2019 ജുഡീഷ്യറിയുടെ തലവനായിട്ട് ഒരു നിയമനം ലഭിക്കുന്നത്. പല മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി എന്നുള്ള പേരിൽ US-ന്റെ ഭാഗത്തു നിന്നും കടുത്ത ഉപരോധമാണ് റൈസി നിലവിലും നേരിട്ടുകൊണ്ടിരുന്നത്. പ്രോസിക്യൂട്ടറായിട്ടായിരുന്നു റൈസിയുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. 15-ാമത്തെ വയസ്സിൽ റൈസി വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്യൂം മതപഠനശാലയിൽ മതം പഠിക്കാനായിട്ട് ചേരുകയാണ്. വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള അനേകം മതപണ്ഡിതന്മാരുടെ കീഴിൽ പഠിക്കാനായിട്ടുള്ള അവസരം റൈസിക്ക് ലഭിക്കുകയാണ്. പിന്നീട് വിവിധ നഗരങ്ങളിലൊക്കെ പ്രോസിക്യൂട്ടറായിട്ട് ജോലി ചെയ്തു. അവസാനമാണ് ഇറാന്റെ ക്യാപിറ്റലായിട്ടുള്ള തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. വർഷം 1983 റൈസി ജമീലെ വിവാഹം കഴിക്കുന്നത്. ഇവർക്ക് 2 പെൺമക്കളുമുണ്ട്. പ്രതിപക്ഷത്തിന്റെ കടുത്ത വിമർശനം ഏൽക്കേണ്ടി വരുന്ന ഒരു ചുമതല റൈസി വഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ചില നടപടികൾ റൈസി കൈക്കൊള്ളുന്നത് വർഷം 1988 രാഷ്ട്രീയ തടവുകാരുടെ വധശിക്ഷയിൽ തീരുമാനമെടുക്കേണ്ട കമ്മിറ്റിയിൽ റൈസിയും അംഗമായിരുന്നു. റൈസിക്ക് അടുത്ത നിലപാടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരെയും തൂക്കിലേറ്റണം, അതിൻ്റെ അകത്ത് യാതൊരുവിധ ദാക്ഷിണ്യം കാണിക്കേണ്ട കാര്യമില്ല. അപ്രകാരം പല കണക്കുകൾ ഇപ്പോൾ 1990 ആംനസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 5000-ന് മുകളിൽ വരുന്ന ആൾക്കാരെയാണ് റൈസി ഉണ്ടായിരുന്ന കമ്മിറ്റി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തൂക്കിലേറ്റിയിട്ടുണ്ടായിരുന്നത്. യുദ്ധ തടവുകാരായിരുന്നു, അവരെയൊക്കെ പിടിച്ച് ജയിലിലടച്ചിട്ടുള്ളവരായിരുന്നു. ഇതൊരു വലിയ കടുത്ത മനുഷ്യാവകാശ ലംഘനമായിട്ട് കണ്ട് US-ഉം മറ്റ് പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല സംഘടനകളും ഒക്കെ റൈസിക്കും ഈ ഒരു കമ്മിറ്റിക്കും സംഘാംഗങ്ങൾക്കും ഒക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ്. 1989 ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ മരണത്തിന് ശേഷം ടെഹ്റാനിലെ പ്രോസിക്യൂട്ടറായിട്ട് ഇദ്ദേഹം നിയമിതനാകുകയാണ്. പിന്നീട് നിലവിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ പടിപടിയായിട്ട് വളരുകയാണ്. ഇറാന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവിന് അടിസ്ഥാന ശിലയിട്ട മതകാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന അസ്താൻ ഖുദ്സ റാസവിയുടെ ചെയർമാനായിട്ട് 2016 മാർച്ച് 7 റൈസി ചുമതലയേൽക്കുകയാണ്. വർഷം 2017 ആദ്യമായിട്ട് റൈസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള ഹസൻ റുഹാനിക്കെതിരെയായിരുന്നു. ഉപരോധം കൊണ്ട് ഇറാൻ ആകപ്പാടെ വലഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ വർഷം 2015 റുഹാനിയുടെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കത്തിൽ ലോകരാജ്യങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു ആണവ ഇടപാട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെല്ലാം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തങ്ങൾക്ക് മുമ്പോട്ട് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു തടസ്സത്തിൽപ്പെട്ടിരിക്കുകയാണ്. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. കാരണം പല കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ സപ്ലൈസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് അമേരിക്കയിലാണ്. എന്തായാലും ഈ ഒരു ബുദ്ധിമുട്ടിൽ പോരുമ്പോഴാണ് 2015 ഈ ഒരു ആണവ ഇടപാട് തന്ത്രപരമായിട്ട് റുഹാനി നടപ്പിലാക്കുന്നത്. ഇത് വലിയൊരു ആശ്വാസമായി മാറി. പക്ഷേ
ഇബ്രാഹിം റൈസി ഈ ഒരു ആണവ ഇടപാടിന് കടുത്ത എതിരായിരുന്നു. അന്നത്തെ പരാജയത്തിന് ശേഷം പിന്നീട് അടുത്ത പ്രസിഡന്റിന്റെ ഇലക്ഷൻ വരുന്നത് വർഷം 2021 അന്നും ഈ ഇബ്രാഹിം റൈസി മത്സരിക്കുകയാണ്. അന്നത്തെ ഇലക്ഷൻ അദ്ദേഹം 62% വോട്ട് നേടി മത്സരിക്കുകയാണ്. പക്ഷേ സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ജനസംഖ്യയുടെ ആകപ്പാടെ 48.8% പേര് മാത്രമാണ് വോട്ട് ചെയ്തത്. പല വ്യക്തികളെയും, പ്രധാനമായിട്ടും എതിർ സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെയൊക്കെ ബലമായിട്ട് തടഞ്ഞു വെച്ചു എന്നുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ആദ്യത്തെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള റൂഹുള്ള ഖമേനിയുമായിട്ടും അതുപോലെ തന്നെ നിലവിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുമായിട്ടും ഒക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഇബ്രാഹിം റൈസി വച്ചു പോന്നിരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ സർക്കാരിലെ വിവിധ വിഭാഗങ്ങളുമായിട്ട് പണ്ട് മുതലേ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കാനായിട്ട് ഇബ്രാഹിം റൈസിക്ക് സാധിച്ചിരുന്നു. റൈസി പ്രസിഡന്റായി മാറിയെങ്കിലും ഇറാൻ എന്ന രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയായി മാറുകയാണ് റൈസി. അത് ജനങ്ങളിൽ നിന്നാണെങ്കിലും അവിടുത്തെ മറ്റ് ഭരണാധികാരികളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ വളരെ കടുത്ത വിമർശനം റൈസി കേൾക്കേണ്ടി വരികയാണ്. കടുത്ത ഉപരോധത്തെ തുടർന്ന് രാജ്യം ദാരിദ്ര്യത്തിൽ മുങ്ങിത്താഴുമ്പോഴും പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ബജറ്റിൽ വലിയൊരു തുക ഇദ്ദേഹം നീക്കിവെക്കുകയാണ്. വർഷം 2022 മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടുത്തെ മതാചാര പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിജാബ് ധരിക്കുന്നില്ല എന്നുള്ള പേരിലായിരുന്നു. അവിടെ വളരെ സ്ട്രിക്റ്റ് ആണ്. നമുക്കറിയാം ഇറാൻ റവല്യൂഷന് ശേഷം അവിടുത്തെ അതിന് മുമ്പുള്ള സ്ത്രീകളുടെ ചിത്രങ്ങളും ഇപ്പോഴുള്ള സ്ത്രീകളുടെ ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഈ മഹ്സ അമീനി കൊല്ലപ്പെട്ടതുമായി തുടർന്ന് അവിടെ വലിയ പ്രതിഷേധങ്ങൾ സംഭവിക്കുകയാണ്. അന്ന് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീകളെല്ലാം തന്നെ തെരുവിലേക്ക് ഇറങ്ങിയാണ്. അവരുടെ ഹിജാബ് പരസ്യമായിട്ട് വലിച്ചൂരി തെരുവിലിട്ട് കത്തിക്കുകയാണ്. അങ്ങനെ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു മതാചാരവുമായി ബന്ധപ്പെട്ടത് ഈ ഒരു റൈസിയൊക്കെ അതിൻ്റെ തന്നെ വക്താക്കളാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സംഭവം ഇവിടെ വച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലൊക്കെ ഈ ഒരു പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കണമെന്ന് റൈസി ഉത്തരവിടുകയാണ്. ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് വലിയൊരു ലാത്തിചാർജും സമാനമായിട്ടുള്ള അതിനെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ്. ആ ഒരു പ്രക്ഷോഭത്തിൽ 500 പേർക്കോളം ജീവൻ നഷ്ടപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലിരിക്കുക. ആ പെൺകുട്ടിയെ കൊന്നു അവിടുത്തെ മതാചാര പോലീസ്. അതേ തുടർന്ന് പ്രക്ഷോഭങ്ങളുണ്ടായി. ആ പ്രക്ഷോഭക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 500 പേരെ കൂടെ അവിടുത്തെ മതാചാര പോലീസ് കൊല്ലുകയാണ്. ഈ ഒരു വിഷയത്തിൽ യുണൈറ്റഡ് നാഷൻസിന്റെ റിപ്പോർട്ട് വരെ ഇറാന് എതിരായിരുന്നു എന്ന് ഓർക്കണം. 2023 പകുതിയോടെയാണ് ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇദ്ദേഹത്തിന് ആണവ കരാറിനോടുള്ള ഒരു വിയോജിപ്പിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അതിനെപ്പറ്റി കൂടി നമുക്ക് സംസാരിക്കണം. അന്ന് US പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് ഈ ആണവ കരാറിൽ നിന്ന് പിന്മാറിയത് ഇറാന്റെ പല വിദേശകാര്യ ബന്ധങ്ങളെയും ആഴത്തിൽ ഉലക്കിയാണ്. വീണ്ടും ഡൊണാൾഡ് ട്രംപ് നേതൃത്വം കൊടുക്കുന്ന US ഗവൺമെന്റ് ഇറാന്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഈ ഒരു ഉപരോധം ഇറാനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും വലിയൊരു ദാരിദ്ര്യത്തിലേക്കും കൊണ്ടെത്തിക്കുകയാണ്. ഇതോടെ ആണവ പദ്ധതികൾ വീണ്ടും പുനരാരംഭിക്കുകയാണെന്ന് റൈസി പ്രഖ്യാപിക്കുകയാണ്. മറ്റൊരു ആണവ കരാർ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഇത് നിർമ്മിക്കില്ല എന്നോ അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ അറിയിച്ചുകൊണ്ട് നിർമ്മിക്കും, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും US ഇതിൽ നിന്ന് പിന്മാറിയതോടുകൂടിയിട്ട് റൈസി പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ ആണവ നിർമ്മാണവുമായിട്ട് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ നിർമ്മാണവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്നുള്ളത്. പിന്നീട് കോവിഡ് മഹാമാരിയും കാര്യങ്ങൾ വളരെ മോശമാക്കിയാണ്. മാത്രമല്ല US-നെയും അതുപോലെ തന്നെ മറ്റ് രാജ്യാന്തര വിഷയങ്ങളിലൊക്കെ റൈസി നടത്തിയിട്ടുള്ള വളരെ വിവാദപരമായിട്ടുള്ള പല പരാമർശങ്ങളും പല സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ടായിരുന്നു. ഇത് US-നെയും നമ്മളുടെ ഇസ്രായേലിനെയും ഒക്കെ കാര്യമായിട്ട് ചൊടിപ്പിക്കുകയാണ്. അവരുടെ കൺകണ്ട ശത്രുവായിട്ട് അല്ലെങ്കിൽ കണ്ണിലെ കരടായിട്ട് ഇറാൻ മാറുകയാണ് ഉണ്ടായത്. മാത്രമല്ല നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലും ഇറാൻ ഒരു പാർട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചത് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ള ആ ഒരു വിഷയത്തിൽ മാത്രമാണ്. അതൊരിക്കലും പലസ്തീനോ അല്ലെങ്കിൽ ഗാസയ്ക്കോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നില്ല. മറിച്ച് ദമാസ്കസിലുള്ള ഒരു ഇറാനിയൻ കോൺസുലേറ്റിലേക്ക് ഇസ്രായേൽ ഒരു മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത കമാൻഡർ ലെവലിലുള്ള, അതായത് വലിയ ആംഡ് ഫോഴ്സ് ഓഫീസർ അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പ്രതികാരം എന്നോണമാണ് ഇറാൻ ഇസ്രായേലിൻ്റെ മേല് 300ഓളം വരുന്ന ഡ്രോണുകളും ജെറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. കില്ലർ ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇസ്രായേലിലും അത് കാര്യമായിട്ട് അപകടം സൃഷ്ടിച്ചില്ല. ഇസ്രായേൽ തിരിച്ചടിക്കാനും പോയില്ല, അതവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നമ്മളുടെ ഇബ്രാഹിം റൈസിയും അത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള യുദ്ധം അവസാനിച്ചു, പ്രതികാരം അവസാനിച്ചു, ഇനി ഞങ്ങളൊന്നിനുമില്ല, അവർ തിരിച്ചടിക്കുവാണെങ്കിൽ നോക്കാം എന്ന് തന്നെയായിരുന്നു റൈസി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടാതെ ആ ഒരു ആക്രമണം നടത്തിയിട്ടുള്ള ആംഡ് ഫോഴ്സ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതൊരിക്കലും പലസ്തീനോ ഗാസയ്ക്കോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നില്ല. മറിച്ച് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ, ആ ഒരു കോൺസുലേറ്റ് ആക്രമണത്തിൽ ഇറാൻ്റെ തന്നെ
പട്ടാളക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു, കമാൻഡർ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ആ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇബ്രാഹിം റൈസി എന്നൊരു വിവാദ നായകനാണ്. ചില ഉദാഹരണങ്ങൾ പറയുവാണെങ്കിൽ 1988 മാസ് എക്സിക്യൂഷൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു തടവുകാരെ പ്രധാനമായിട്ട് പീപ്പിൾസ് മുജാഹിദീൻ ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ, അതുപോലെ തന്നെ മറ്റ് ലെഫ്റ്റിസ്റ്റ് ഗ്രൂപ്പുകൾ, ഇവരെയൊക്കെ തടവിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പല കണക്കുകളുമുണ്ട്. ചില കണക്കുകൾ 5000 എന്ന് വരുന്നുണ്ട്, ചില കണക്കുകൾ 30,000 വരെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവരെയൊക്കെ തൂക്കിലേറ്റാൻ റൈസി വലിയൊരു ഭാഗമായി മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1999 സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റുകൾ, അവിടെ വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാകുകയാണ്. അതിനെ അമർ ചെയ്യാനായിട്ടും റൈസിയുടെ കൈകളുണ്ടായിരുന്നു. അതുപോലെ 2009 ഗ്രീൻ മൂവ്മെൻറ്റ് സപ്രഷൻ, ഗ്രീൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന വലിയൊരു പ്രതിഷേധം അവിടെ നടക്കുകയാണ്. അതിനെയും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് റൈസി അതിൻ്റെ അകത്ത് പങ്കാളിയായിട്ടുണ്ടായിരുന്നു. പിന്നീട് 2017 പ്രൊട്ടസ്റ്റുകൾ, അത് പ്രധാനമായിട്ടും എക്കോണമിക് ഹാർഡ്ഷിപ്പ് ആൻഡ് പൊളിറ്റിക്കൽ ഗ്രൈവൻസസ്, അതായത് അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ വളരെ മോശമാകുകയാണ്. ഉപരോധമൊക്കെ ഏർപ്പെടുത്തി രാജ്യം ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനെതിരെ വലിയൊരു പ്രക്ഷോഭം 2017 നടന്നിട്ടുണ്ടായിരുന്നു. അതിനെയും റൈസി ഇടപെട്ട് അടിച്ചൊതുക്കിയാണ്. വർഷം 2019 അവിടുത്തെ ഇന്ധന വില പെട്ടെന്ന് കൂട്ടുകയാണ്, ഒറ്റയടിക്ക് ഒരുപാട് വർദ്ധിപ്പിക്കുകയാണ്. അതിനെതിരെയും വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രതിഷേധങ്ങളെയും റൈസി ഇടപെട്ട് അമർച്ച ചെയ്യുകയാണ്. ഇതിൽ റൈസി മാത്രമല്ല ഇടപെട്ടിട്ടുണ്ടായിരുന്നത്, പക്ഷേ ആ ഒരു ഗ്രൂപ്പായിരുന്നു ഇതിൻ്റെ അകത്ത് പിന്നിൽ മൊത്തം കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ വർഷം 2022 ഹിജാബ് പ്രൊട്ടസ്റ്റ്, അല്ലേ, ഒരുപാട് സ്ത്രീകൾ ഹിജാബ് വലിച്ചെറിഞ്ഞ് തെരുവുകളിൽ പരസ്യമായിട്ട് കത്തിക്കുകയാണ്. അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ ഇന്നേവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഫോഴ്സ് ഉപയോഗിക്കുകയാണ്. 500ഓളം പേര്, നിഷ്കളങ്കരായിട്ടുള്ള 500ഓളം പേര് അതിൻ്റെ അകത്ത് ക്രൂരമായിട്ട് തല്ലി ചതയ്ക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. സിസ്റ്റമാറ്റിക് ടോർച്ചർ ആൻഡ് എക്സിക്യൂഷൻസ്, റൈസി എപ്പോഴും പേര് കേട്ടിട്ടുള്ളത് വളരെ ക്രൂരമായിട്ട് തടവുകാരെ പീഡിപ്പിക്കുക, അവരെ എക്സിക്യൂട്ട് ചെയ്യുക, അതായത് വധശിക്ഷ നടപ്പിലാക്കുക തുടങ്ങിയ ആ ഒരു കുപ്രസിദ്ധിയുടെ പേരിലാണ്. അതായത് യാതൊരുവിധ ദയവുമില്ലാത്തൊരു വ്യക്തി കുറ്റവാളികളെ, തടവുകാരെയൊക്കെ കൊല്ലുക, അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നൊരു സ്റ്റാൻഡാണ് പലപ്പോഴും റൈസി എടുത്തിട്ടുള്ളതും. എത്നിക് മൈനോറിറ്റി ക്രാക്ക് ഡൗൺസ്, റൈസിയുടെ പല നിലപാടുകളും അവിടെയുള്ള മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങൾക്കെതിരായിരുന്നു. അവർ വേട്ടയാടപ്പെട്ടു, അടിച്ചോടിക്കപ്പെട്ടു, അവർ വളരെയേറെ ബുദ്ധിമുട്ടി റൈസിയുടെ പല നിലപാടുകളും തുടർന്ന്. ഏതൊക്കെ എത്നിക് ഗ്രൂപ്പ്സ് നോക്കുകയാണെങ്കിൽ ഇൻക്ലൂഡിംഗ് കുർദ്, ബലൂച്ചീസ് ആൻഡ് അറബ്സ്. These groups have faced several crackdowns with many members being killed, arrested and subjected to unfair trials and execution under his order. ഇവരെല്ലാം കൊല്ലുകയോ അല്ലെങ്കിൽ തടവിലാക്കിയിട്ട് പിന്നീട് അൺഫെയർ ആയിട്ടുള്ള, അതായത് കൃത്യമായിട്ടുള്ള ഒരു ജസ്റ്റിസ് അവർക്ക് കൊടുക്കാതെ, അവരെ കൃത്യമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാതെ വളരെയേറെ ടോർച്ചർ ചെയ്ത് പിന്നീട് കൊല്ലുന്ന രീതി ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഓർഡറെ തുടർന്ന്, ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെ തുടർന്ന് നടന്നിട്ടുണ്ടായിരുന്നു. റിലീജിയസ് മൈനോറിറ്റി പെർസിക്യൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ മൈനോറിറ്റീസ് എന്നുള്ളത് എത്നിക് മൈനോറിറ്റീസ് ആയിരുന്നു. ഇനി റിലീജിയസ് മൈനോറിറ്റീസ് ആയിട്ടുള്ള ബഹായിസും ക്രിസ്ത്യൻസും ഫേസ്ഡ് ന്യൂമറസ് പ്രോസിക്യൂഷൻ അണ്ടർ റൈസീസ് റൂൾ. അതായത് ഈ ഒരു മത ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടുന്ന ഒരു രീതി റൈസിക്കുണ്ടായിരുന്നു. പലപ്പോഴും പലരും നിയമവിരുദ്ധമായിട്ട് തടവിലായി, കൃത്യമായിട്ടൊരു ഫെയർ ട്രയൽ അവർക്ക് കോടതിയിൽ ലഭ്യമായില്ല, പലരും കൊല്ലപ്പെട്ടു റൈസിയുടെ ഓർഡറെ തുടർന്ന്. ഈ റിലീജിയസ് മൈനോറിറ്റീസിൽ പലരെയും കാണാതായിയാണ്, അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യ ക്രമാതീതമായിട്ട് ഇറാനിൽ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. സംശയമുണ്ടെങ്കിൽ വിക്കിപീഡിയ എടുത്തിട്ട് ഇറാൻ പോപ്പുലേഷൻ എടുത്തിട്ട് അതിൻ്റെ ഹിസ്റ്റോറിക് ഡാറ്റ എടുത്ത് നോക്കുക. റിലീജിയസ് മൈനോറിറ്റീസിൻ്റെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും, പ്രധാനമായിട്ടും ക്രിസ്ത്യൻസിൻ്റെയൊക്കെ. അപ്പോൾ പല കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു റൈസിയുടെ ഭരണത്തെ തുടർന്ന് അവരെല്ലാം ഭയപ്പെട്ട് പലായനം ചെയ്തു പോയതാണെന്ന് ഉള്ളത്, അല്ലെങ്കിൽ അവരെല്ലാം തട്ടിക്കൊണ്ടുപോയി കൊന്നതാണ്, അവരെ കാണുവാനില്ല, എന്തോ സംഭവിച്ചിരിക്കുന്നു അവർക്ക്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും റൈസി എന്നുള്ളത് ഒരു വില്ലനോ ഹീറോയോ എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാനിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് ഇബ്രാഹിം റൈസി തന്നെയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇറാനിയൻ ജനത അവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന വിഷ്വൽസൊക്കെ ഇപ്പോൾ ട്വിറ്ററിലൂടെ പുറത്തു വരുന്നുണ്ട്. അവർ ആഘോഷിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ത്രീകളെ അടിച്ചമർത്തിയ, ഒരു ഹിജാബിൻ്റെ പേരിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ കൊന്ന, അതേ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ അടിച്ചമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് 500 പേരെ കൊന്ന ഒരു നരാധമൻ, ഒരു ഹിറ്റ്ലറിന് സമാനമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പലരും അവിടുത്തെ തന്നെ ഇറാനിയൻ പൗരന്മാർ ഈ ഒരു റൈസിയെ കാണുന്നത്. അതോടൊപ്പം റിലീജിയസ് എക്സ്ട്രീമിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ റൈസിയെ അവരുടെ പുണ്യാളനായിട്ട് വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെയൊക്കെ രാജ്യത്തെ അവസ്ഥ പോലെ തന്നെ നമ്മളുടെ ഒരു ഭരണാധികാരി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു, ഒരുപാട് പേര് വിമർശിക്കുന്നു. പക്ഷേ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഒരു ഡിക്റ്റേറ്റർ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. കാരണം നമ്മളാരുമല്ല പറയാനില്ല, അദ്ദേഹം മേ ബി ഹീറോ, മേ ബി വില്ലൻ, വാട്ട് എവർ മേ ബി, അത് അവരുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന, അവരുടെ ജനങ്ങളെ മാത്രം ബാധിക്കുന്നൊരു കാര്യമാണ്. എന്തായാലും നമ്മളുടെ രാജ്യം കൃത്യമായിട്ട് ആദർശസൂചകമായിട്ട് മെയ് 21 രാജ്യവ്യാപകമായിട്ട് ദുഃഖാചരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഉയർത്തിയിട്ടുള്ള എല്ലാ ദേശീയ പതാകയും താഴ്ത്തി പകുതിയാക്കി കെട്ടും. അതായത് ആ ഒരു പോസ്റ്റ് ഉണ്ടാകുമല്ലോ, ആ പോസ്റ്റിൻ്റെ പകുതിയായിട്ട് താഴ്ത്തി കെട്ടുന്നതായിരിക്കും.
അപ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രി വലിയൊരു ഷോക്കായി പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ രാജ്യവും ഇറാനുമായിട്ട് നല്ല ബൈലാട്രൽ ബന്ധങ്ങളുണ്ട്. ഒരുപാട് മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇറാനും ഇന്ത്യയും എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും ഇതൊരു വലിയ നഷ്ടം തന്നെയാണ്. എന്തായാലും മറ്റൊരു വീഡിയോ മറ്റുള്ള വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ.